Dear students, welcome to English grammar class. പരീക്ഷയ്ക്ക് SCERT ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ ഭാഗമാണ് ആദ്യം നമ്മൾ റെഫർ ചെയ്യുന്നത്. ഇപ്പോഴ് തന്നിരിക്കുന്ന പ്രിൻ്റ് നോട്ടിലെ കോളം ബേസ്ഡ് ഭാഗമല്ല, അതിലേക്ക് കടക്കാൻ വേണ്ടി അതിനെപ്പറ്റി ഗ്രാഹ്യമുണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ, അടിസ്ഥാനമായ കാര്യങ്ങൾ പറയുന്നു. സെൻറ്റൻസ് പാറ്റേൺ ഇതാണ് തന്നിരിക്കുന്ന ഒരു ലാംഗ്വേജ് എലിമെൻറ്റ്. സെൻറ്റൻസ് പാറ്റേണുമുണ്ട്, അതുപോലെ തന്നെ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് പാർട്ടുണ്ട്, നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, അഡ്ജക്റ്റീവൽ ഫ്രേസ് എന്നീ ഭാഗങ്ങളുമുണ്ട്. ഒരു വാചകം രൂപപ്പെടുത്തുന്നത് വിവിധ തരത്തിലുള്ള വാക്കുകളെ കൊണ്ടായിരിക്കും. എസ്പെഷ്യലി ഇംഗ്ലീഷ് സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് എ സബ്ജക്റ്റ്. ഇംഗ്ലീഷ് ഭാഷാ വാചകങ്ങൾ കർത്തൃഭാഗം കൊണ്ടാണ് തുടങ്ങുക. പിന്നീട് ക്രിയാഭാഗമാണ് ഉപയോഗിക്കുക. അതിനുശേഷം മാത്രമാണ് കർമ്മം, ഒബ്ജക്റ്റ്. എന്നാൽ മലയാളം അങ്ങനെയല്ല. കർത്തൃഭാഗത്തിൽ തുടങ്ങി കർമ്മമാണ്, ഒബ്ജക്റ്റാണ് മലയാള ഭാഷയിൽ രണ്ടാമതായി വരിക. മൂന്നാമതാണ് ക്രിയാരൂപം വരുന്നത്. അപ്പോൾ മലയാളത്തിൻ്റെ പാറ്റേണും ഇംഗ്ലീഷിൻ്റെ പാറ്റേണും ഡിഫറൻ്റാണ്. ദ പാറ്റേൺ ഓർ ദ സ്ട്രക്ചർ ഓഫ് Malayalam sentences and English sentences are quite different. ആ ഡിഫറൻസ് ആണ്, അത് അറിയാമെന്ന് ആണ് അവർ നോക്കുന്നത്. പാറ്റേൺ മീൻസ്, പാറ്റേൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഓർഡർ ഇൻ വിച്ച് or order of words in which a sentence is being constructed. ഒരു വാചകഭാഗത്ത്, ഒരു വാചകത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വാക്കുകൾ എപ്രകാരത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ വാക്കുകൾ വ്യത്യസ്തമാകുമ്പോൾ ഘടനയും വ്യത്യസ്തമായിരിക്കും. നാം ചെറിയ ചെറിയ വാചക ഭാഗങ്ങളെയാണ് ലിങ്ക് കൂട്ടിയിട്ട് ആൻഡ്, ഓർ, ബട്ട് എന്നീ ലിങ്ക്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ദോ, ഓൾദോ, ഈവൻ ദോ, ഇഫ്, ഹൗവർ എന്നീ ലിങ്ക്സ് ഉപയോഗിച്ച് വലിയ വാചകമായിട്ട് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ വളരെ പ്രധാനമാണ്, എസ്പെഷ്യലി ഇൻ റൈറ്റിംഗ്, എഴുത്തിൽ. അപ്പോഴെന്താണ് പാറ്റേൺ? ഒരു വാചകം രൂപപ്പെടുത്തിയ ഘടന. ദ പാറ്റേൺ മീൻസ് ദ ഓർഡർ ഇൻ വിച്ച് എ സെൻറ്റൻസ് ഈസ് ഫോംഡ്, ദ ഓർഡർ ഓഫ് ദ വേർഡ്സ്, ഹൗ ദീസ് ആർ ഇംപ്രിൻറ്റഡ് ഇൻ ദി സെൻറ്റൻസ്. ഒരു വാചകത്തിൽ എപ്രകാരത്തിൽ ഇവ അടുക്കിയിരിക്കുന്നു. എക്സാമ്പിളോടെ നോക്കാം. പുസ്തകത്തിലേക്ക് അഥവാ നോട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു 6-7 ഭാഗങ്ങൾ, പ്രത്യേകിച്ചും പാറ്റേൺസ്, അതിലിപ്പോൾ 4 പാറ്റേൺ മാഷ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിത്യേന ഉപയോഗിക്കുന്ന, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പാറ്റേൺസ് ഇനിയുണ്ട്. അത് ഈ സ്ട്രക്ചർ നോക്കുക. ഒന്നാമത്തെ പാറ്റേൺ 2 വാക്കുകളെ കൊണ്ടോ, അതായത് 2 പാർട്ടുകളെ കൊണ്ട്, ദാറ്റ് ഈസ് സബ്ജക്റ്റ് പാർട്ട് ആൻഡ് വെർബ് പാർട്ട്. കർത്തൃഭാഗം, ക്രിയാഭാഗം. അപ്പം കർത്തൃഭാഗവും ക്രിയാഭാഗവും ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ വാചകം രൂപപ്പെടുത്താം. ദ ബേർഡ് ഫ്ലൈസ്, ദ സൺ റൈസസ്, ദ വിൻഡ് ഈസ് ബ്ലോയിങ്. അത് ഡസ് ഉപയോഗിച്ചിട്ടോ, ഡിഡ് ഉപയോഗിച്ചിട്ടോ, വിൽ ഉപയോഗിച്ചിട്ടോ
ഏത് രൂപത്തിലാണെങ്കിലും, ഫോർ എക്സാമ്പിൾ പ്രസൻറ്റിൽ പറയാം, പാസ്റ്റിൽ പറയാം, ഫ്യൂച്ചറിൽ പറയാം. ഹി കംസ് എന്ന് സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. ഹി സബ്ജക്റ്റ്, കംസ് വേർബ്. ഹി ഈസ് കമ്മിങ്. ഹി സബ്ജക്റ്റ്, ഈസ് പ്ലസ് കം പ്ലസ് ഇങ്. ഹി ഈസ് കമ്മിങ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, അപ്പോഴും എസ് ബി പാറ്റേൺ. ഹി കെയിം, പാസ്റ്റിലേക്ക് വന്നു. ഹി കെയിം, ഹി പ്ലസ് കെയിം, അപ്പോഴേ സിമ്പിൾ പാസ്റ്റിലേക്ക് വന്നു. ഹി വിൽ കം. അതൊരു വാക്കല്ല, അവിടെ ഒരാശയമാണ് രൂപപ്പെടുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ എഴുതാം, സിമ്പിൾ പാസ്റ്റിൽ എഴുതാം, സിമ്പിൾ ഫ്യൂച്ചറിൽ എഴുതാം, എന്നല്ല ഏത് രൂപത്തിൽ എഴുതാം. ഐ ഹാവ് റിട്ടൺ ഇങ്ങനെ എഴുതാം. ഐ സബ്ജക്റ്റ്, ഹാവ് റിട്ടൺ. ഹി ഹാസ് ഫിനിഷ്ഡ് അങ്ങനെയും പറയാം. അതുകൊണ്ട് എന്താണ് ഒന്നാമത്തെ പാറ്റേൺ? ദ ഫസ്റ്റ് പാറ്റേൺ ഈസ് എസ് പ്ലസ് വി, ദാറ്റ് ഈസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. That is subject part plus verb part. That is അമൽ plays. ഇതിൽ അമൽ എന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ടാണ് വാചകം ചെയ്തിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന SCRTയുടെ ഈ പേപ്പറിൽ, അതുകൊണ്ട് അതേ എക്സാമ്പിൾ എടുക്കുന്നു. അമൽ പ്ലേസ്. ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് പറയാം. അമൽ ഈസ് പ്ലേയിങ്, അപ്പോഴും എസ് വി ആണ്. അമൽ പ്ലേഡ്, അപ്പോഴും എസ് വി ആണ്. അമൽ വിൽ പ്ലേ, ഇങ്ങനെ പറഞ്ഞാലും സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. അമൽ ഹാസ് പ്ലേഡ്, അതും സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. അമൽ ഹാഡ് പ്ലേഡ്, അമൽ വിൽ ഹാവ് പ്ലേഡ്. ഇത്രയൊക്കെയാണ് ഇതിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന പാറ്റേൺ ഡിഫറൻസ്. അപ്പോൾ സബ്ജക്റ്റ്, വേർബ്, രണ്ടാമത്തതും അങ്ങനെ തന്നെ എഴുതി. അൽ ഈസ് പ്ലേയിങ്, സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING. ഇവിടെ ഡസ് പ്ലസ് വെർബാണ്. അമൽ പ്ലേസ്, 2 വാക്ക് കൊണ്ടെഴുതി, ഇവിടെ 3 വാക്ക് കൊണ്ടെഴുതി. ആ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 2 വാക്കുണ്ട്. ഡസ് പ്ലസ് പ്ലേ ഒന്നിച്ചാണ് എഴുതിയെന്ന് മാത്രം. അരി ഈസ് പ്ലേയിങ്. അപ്പോഴേ ഏത് ടെൻസ്, എന്ത് ടെൻസ്, അങ്ങനത്തെ ചോദ്യമൊന്നുമില്ല. നാം ഏത് കാലത്തിൽ, പ്രസൻറ്റിൽ പറയണമെങ്കിൽ പ്രസൻറ്റ്, പാസ്റ്റിൽ പറയണമെങ്കിൽ പാസ്റ്റ്, ഫ്യൂച്ചർ ആണെങ്കിൽ ഫ്യൂച്ചർ. ബട്ട് ഓൺലി 2 parts, that are subject part and verb part. The second pattern, SVO, കർത്തൃഭാഗം, ക്രിയാഭാഗം, കർമ്മഭാഗം, സബ്ജക്റ്റ്, verb, object. So basically this is the pattern of English. ഇംഗ്ലീഷ് പറയുമ്പോൾ, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ SVO എന്ന പാറ്റേൺ ആണ് അടിസ്ഥാനമായിട്ട് പഠിക്കുക. എന്നാൽ മലയാളം പഠിക്കുമ്പോൾ SOV എന്നാണ് പഠിക്കേണ്ടത്. കണ്ടോളൂ. അമൽ ക്രിക്കറ്റ് കളിക്കുന്നു, മലയാളം. അമൽ കർത്തൃഭാഗം, ക്രിക്കറ്റ് കർമ്മഭാഗം, കളിക്കുന്നു ക്രിയാഭാഗം. ദാറ്റ് ഈസ് SOV. ബട്ട് വെൻ വി ട്രാൻസ്ലേറ്റ് ദ സെയിം ഇൻ ടു ഇംഗ്ലീഷ്, സി അമൽ പ്ലേസ് ക്രിക്കറ്റ്, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഈ 2 പാറ്റേൺ മനസ്സിലാക്കി വെച്ചാൽ മലയാളത്തിൽ തോന്നുന്ന ആശയങ്ങളെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി എഴുതാൻ സാധിക്കും. അതിനാണ് പാറ്റേൺ പഠിക്കുന്നത്. ആശയം മലയാളത്തിൽ വന്നോട്ടെ, യു ക്യാൻ ട്രാൻസ്ലേറ്റ് ദ സെയിം ഇൻ ടു ഇംഗ്ലീഷ് ബൈ യൂസിങ് പാറ്റേൺസ്. പാറ്റേൺ ഉപയോഗിച്ച് നമുക്ക് മാറ്റാം. ഒന്നാമത്തെ പാറ്റേൺ പഠിച്ചു, എസ് പ്ലസ് പി, സബ്ജക്റ്റ് പ്ലസ് വേർബ്. രണ്ടാമത്തെ പാറ്റേൺ ആണ് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. അമൽ പ്ലേസ് ക്രിക്കറ്റ്. ഏത് വാചകം എടുത്താലും ഹി വാച്ചസ് ഫിലിം ഓർ ഹി ഈസ് വാച്ചിങ് ഫിലിം, ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, വാട്ട് എവർ യു ടേക്ക്, വാട്ട് എവർ ദ മേ ബി ദ സെൻറ്റൻസ്, എന്തോ ആവട്ടെ, ദേ കൺസ്ട്രക്ട് എ ബിൽഡിംഗ്, ദേ ബിൽഡ് എ ബിൽഡിംഗ്. ഏത് വാക്ക് പറഞ്ഞാലും, ഏത് വാചകം പറഞ്ഞാലും കർത്തൃഭാഗവും അവർ ചെയ്യുന്ന പ്രവൃത്തിയും അതിൻ്റെ ഫലവും ഒരുമിച്ച് വരുമ്പോൾ അത് ഇവിടെ കർത്താവും ക്രിയയും മാത്രമുള്ള SVയിൽ. എന്നാൽ ഇവിടെ ഇതാ അവന് പ്രൈസ് എന്നേ ഉള്ളൂ. എന്ത് കളിക്കുന്നു എന്ന് ഇവിടെ ക്രിയനോട് ചോദിക്കണം, എന്താണ് കളിക്കുന്നത്? അപ്പോൾ കിട്ടും, ക്രിയനോട് ഉത്തരം കിട്ടി, ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പോൾ ഇതിൽ സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതാ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. SVO, that is a second pattern, that is the most important pattern of English, especially for the same in Malayalam, SOV. So what you feel in SOV can be transformed into SVO. നിങ്ങൾക്ക്
എഴുതാൻ കിട്ടുന്ന ആശയങ്ങൾ മലയാളത്തിലാണ് തോന്നുന്നതെങ്കിൽ അതിനെ ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. മൂന്നാമത്തത് എസ് വി അഡ്ജക്റ്റീവ്, സബ്ജക്റ്റ് വെർബ് അഡ്ജക്റ്റീവ്. അമൽ ഈസ് സ്മാർട്ട്. അമലിൻ്റെ വിശേഷണമാണ്, അഡ്ജക്റ്റീവാണ്. കണ്ടോ, ഇവിടെ ക്രിയ ഈസാണ്. സബ്ജക്റ്റ് വെർബ് അഡ്ജക്റ്റീവ്. ഈ അഡ്ജക്റ്റീവിനെ നമുക്ക് കോംപ്ലിമെൻ്റ് എന്നും വിളിക്കാം, പൂരകമെന്നും വിളിക്കാം. ഈ അഡ്ജക്റ്റീവിനെ കോംപ്ലിമെൻ്റ് എന്നും വിളിക്കാം. അതാണ് എസ് വി സി എന്ന് പറയപ്പെടുക. എസ് വി എ എന്ന് പറഞ്ഞാൽ എസ് വി സബ്ജക്റ്റ് വെർബ് അഡ്ജക്റ്റീവ്, സി എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ്. അതെങ്ങനെ വരുന്നു? ഒരാശയത്തെ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതിനെ കോംപ്ലിമെൻ്റ് എന്ന് പറയും. പൂരകം. കോംപ്ലിമെൻ്റ് എന്ന വാക്കിൻ്റെ മീനിങ് ഇതാണ്, പൂരകം. വിശേഷണം എന്ന് ഉപയോഗിക്കുമ്പോൾ അമൽ സ്മാർട്ട്. ഇനി അമൽ നമുക്ക് ബോയ് എന്ന് വിളിച്ചോളൂ. ഈ സ്മാർട്ടും കൂട്ടി നോക്കൂ. സ്മാർട്ട് ബോയ്. കണ്ടോ, ബോയുടെ വിശേഷണം സ്മാർട്ട് ബോയ്. എന്നാൽ അതേ വാചകം തന്നെ അമൽ ഈസ് റിച്ച്. അത് നിങ്ങൾക്ക് അഡ്ജക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു ആശയ പൂർത്തീകരണമായിട്ട് കോംപ്ലിമെൻ്റായിട്ടോ പറയാം. പാറ്റേൺ നമ്പർ 4, ദാറ്റ് ഈസ് എസ് പ്ലസ് വെർബ് പ്ലസ് അഡ്വർബ്. ഇവിടെ ഇത്തരത്തിൽപ്പെട്ട ഭീരുവമായ ക്രിയ ആയിരിക്കില്ല. ആഡ്വർബ് വരണമെങ്കിൽ ഒറിജിനൽ ക്രിയ ആയിരിക്കണം, ദ റിയൽ വെർബ് ആയിരിക്കണം. അതുകൊണ്ട് നോക്കൂ, അമൽ പ്ലേസ് എങ്ങനെ? ബ്യൂട്ടിഫുള്ളി. ഹൗ ഡസ് ഹി പ്ലേ? അവൻ എങ്ങനെ കളിക്കുന്നു? ഹി പ്ലേസ് ബ്യൂട്ടിഫുള്ളി. അപ്പം പ്ലേസ് എന്ന ക്രിയയുടെ വിശേഷണമാണ് ബ്യൂട്ടിഫുള്ളി പ്ലേസ്. മനോഹരമായി കളിക്കുന്നു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട 2 പാറ്റേൺസാണ്. വളരെ പ്രധാനപ്പെട്ടത്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് പലതവണ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ എക്സാമ്പിൾ കാണിച്ചു എന്നല്ലാതെ അത് മാത്രമാണ് ചോദിക്കുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പാറ്റേൺ, ആ സ്ട്രക്ചർ നമ്മൾ നോക്കി വെക്കണം. ഏതൊക്കെ, അല്ലാതെ ആ തന്ന ഒരു സ്ട്രക്ചർ മാത്രമേ ചോദിക്കുള്ളൂ എന്നത്. കാരണം പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ വേണ്ടി മാത്രമല്ല നമുക്ക് എക്സസൈസ് ചെയ്യുന്നതും ഭാഷ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അതിൽ നിന്നും ഒരു ട്വിസ്റ്റ് നടത്തിയിട്ട് വരുന്ന ഒരു വാചകം കണ്ടോളൂ. SVIO പ്ലസ് O, that is subject plus verb plus indirect object and object, that is നാലാമത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. 2 കർമ്മഭാഗങ്ങൾ വരും. 2 കർമ്മഭാഗങ്ങൾ. ആ ഒരു കർമ്മം എന്തായിരിക്കും? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. മറ്റൊരു കർമ്മം എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇപ്പോൾ അയാൾ ഒരു കുട്ടിയെ തല്ലി. അപ്പോൾ ആ തല്ലുന്ന ആൾ സബ്ജക്റ്റ്, ചെയ്ത പ്രവൃത്തി വേർബ്, ഏറ്റ കുട്ടി ഒബ്ജക്റ്റ്, തല്ലാൻ ഉപയോഗിച്ചിട്ട് വടിയുണ്ടാകും, അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അഥവാ മെയിൻ ആളാവട്ടെ വസ്തുവാവട്ടെ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഞാനിവിടെ ഈ വാചകത്തിന് ഇതിലേക്ക് നമുക്ക് ഒരു മാഷ് ഇവിടെ ഒരു വാചകം എഴുതി വെച്ച് ശ്രദ്ധിക്കുക. ഈ എക്സാമ്പിൾ ചെയ്യുന്നതിന് ടീച്ചർ ഗേവ് എ ഗിഫ്റ്റ് ടു ഹരി. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ടീച്ചർ ഇതുമല്ല. നോക്കൂ, ഇത് മറ്റൊരു സാധാരണ വാചകമാണ് എഴുതിയത്. ടീച്ചർ സബ്ജക്റ്റ്, ഗേവ് വേർബ്. ഈ ഡയറക്റ്റ് ഒബ്ജക്റ്റാണ് ഇവിടെ എഴുതിയത്. എ ഗിഫ്റ്റ്, ടീച്ചർ ഗേവ് എ ഗിഫ്റ്റ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഇനി ചോദിക്കുക, ടു ഹും, ആർക്കാ കൊടുത്തത്? ടു ഹരി. ഇതിനിവിടെ നമ്മൾ പറയുക പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ ഒരു ക്ലാസ്സിലും കൂടി വെച്ചിട്ടത് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപേ അതൊന്ന് റെഫർ ചെയ്യണം. എന്നാൽ ഈ വാചക രൂപത്തെ ഇങ്ങനെ പറയാതെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വാചകം ഇംഗ്ലീഷുകാർ ഇങ്ങനെ എഴുതുമ്പോഴാണ്. കണ്ടോളൂ, ടീച്ചർ ഹരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഈ ടു എന്ന പ്രിപ്പോസിഷനെ ഒഴിവാക്കിക്കൊണ്ട് ആ വാചകം നോക്കൂ. ടീച്ചർ ഗേവ് ഹരി. ടീച്ചർ ഹരിയെ കൊടുത്തു കളഞ്ഞതല്ല.
ടീച്ചർ ഹരിയെ വിറ്റ് കളഞ്ഞതല്ല, അല്ലെങ്കിൽ അവനെ മറ്റാർക്കെങ്കിലും കൊടുത്തതല്ല. അപ്പോൾ ഹരി എന്നത് ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ല. ഇംഗ്ലീഷ് ബേസ് അറിയുന്നവർക്കേ ഇതിൻ്റെ പൊരുൾ മനസ്സിലാവുള്ളൂ. ടീച്ചർ ഗേവ്. ഇനി ഗേവിനോട് ചോദിച്ചു നോക്കൂ, എന്താ കൊടുത്തത്? എ ഗിഫ്റ്റ്. ഇനി ചോദിക്കുക, ആർക്ക് കൊടുത്തു? ഹരി. കണ്ടോ, ടീച്ചർ ഗേവ് എ ഗിഫ്റ്റ് ടു ഹരി. ഈ വാചകത്തിൽ ടു റിമൂവ് ചെയ്തിട്ട്, ഈ പ്രിപ്പസിഷൻ ഒമിറ്റ് ചെയ്തിട്ട്, ഇല്ലാതാക്കി വെച്ചിട്ട് അതിനെ ഒരു വേർഡ് തികച്ചും റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി. പക്ഷേ പ്ലേസ് മാറി. കണ്ടോ, ടീച്ചർ ഗേവ് ഹരി എ ഗിഫ്റ്റ്. ടീച്ചർ ഹരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ആണ് സബ്ജക്റ്റ്, വെർബ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്. നമുക്ക് DO എന്നെഴുതണ്ട, ഇത് O എന്നെഴുതുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണെന്ന് അറിയേണ്ടിയിട്ടാണ് IO എന്നെഴുതിയത്. അപ്പോൾ ഇപ്പോഴും പഠിക്കുന്ന പാറ്റേൺ എന്താണ്? സബ്ജക്റ്റ്, വെർബ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഒന്നുകൂടി, മദർ പ്രിപ്പയേഴ്സ് ടേസ്റ്റി ഫുഡ് ഫോർ ചിൽഡ്രൻ. അമ്മ മക്കൾക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഈ വാചകത്തിന് നമുക്ക് എങ്ങനെ പറയാം? മദർ പ്രിപ്പയേഴ്സ് ചിൽഡ്രൻ. കേട്ടാൽ നമുക്ക് ഓക്വേർഡാകുന്നത്. എന്താ അർത്ഥം? അമ്മ കുട്ടികളെ പാകപ്പെടുത്തുന്നു. ഇങ്ങനെ ആ വാചകം. അപ്പോഴൊന്ന് അറിയുന്ന ആൾ, ഭാഷ അറിയുന്ന ആൾ ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട കാര്യം ഇനി വരുന്നേ ഉള്ളൂ. മദർ പ്രിപ്പയേഴ്സ് ചിൽഡ്രൻ അല്ല, മദർ പ്രിപ്പയേഴ്സ് ടേസ്റ്റി ഫുഡ്. ആർക്ക്? ചിൽഡ്രൻ. ഇവിടെ ഫോർ എന്നുള്ള പ്രിപ്പസിഷൻ ഒഴിവാക്കി. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എന്ത് കിട്ടി? സബ്ജക്റ്റ്, വേർബ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. ഇത് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ച പാറ്റേൺ, എസ്പെഷ്യലി ദിസ് വൺ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരെണ്ണം ഇതെപ്പോഴാണ് പലതവണ ചോദിച്ചിട്ടുണ്ട്. ടീച്ചർ ഗേവ് ഹരി എ ഗിഫ്റ്റ്. അന്ന് ചോദിച്ചത്, മുൻപ് ചോദിച്ചാൽ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, ടീച്ചർ ഗേവ് ഗീതു എ ഗിഫ്റ്റ്. ടീച്ചർ അപ്പം അലിട്രേഷൻ വെച്ചുകൊണ്ട് ഉള്ളൊരു വരിയേറ്റ് വരുന്ന നേരം മൂന്നെണ്ണം. ടീച്ചർ ഗേവ് ഗീതു എ ഗിഫ്റ്റ്. ജി. അപ്പം നന്നായിട്ട് ഭാഷ അറിയുന്ന ഏതോ ഒരു ഭാഷയുടെ ചോദ്യമാണ്. അപ്പം ടീച്ചർ ഗേവ് ഹരി എ ഗിഫ്റ്റ്. ഞാൻ അങ്ങോട്ട് മാറ്റി അങ്ങ് എഴുതി. ടീച്ചർ ഹരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ആ വാചകത്തിനെ രണ്ട് തരത്തിൽ എഴുതാം. ഒന്ന് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഇതിപ്പോഴിതിൻ്റെ പേര് പ്രിപ്പസിഷണൽ ഒബ്ജക്റ്റ് എന്നാണ്, ഇങ്ങനെ ടു വെച്ച് എഴുതുമ്പോൾ. എന്നാൽ ടു ഒഴിവാക്കി പറയുമ്പോൾ സബ്ജക്റ്റ്, വേർബ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് SVIO. S പ്ലസ് V പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് അല്പം വിഷമം തോന്നുന്ന ഒരു പാറ്റേൺ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു വെക്കേണ്ടത്. ആൻഡ് അതിൽ നമ്മൾ ഇന്ന് നിർത്തുന്ന ലാസ്റ്റ് പാറ്റേൺ ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തന്നിരിക്കുന്ന ആ രണ്ട് പാറ്റേൺ അല്ല, നിങ്ങൾക്ക് പാറ്റേൺ എന്താണെന്ന് അറിയാതെ അത് ചെയ്യിക്കാൻ പറ്റില്ല. ഇനി ഇവിടെയാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും ക്ലാസ് റൂം ക്ലാസ്സിലാണെങ്കിലും ഒക്കെ തന്നെ. അതുകൊണ്ട് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു, സാധാരണ ക്ലാസ്സും അതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൗ വി ഒബ്സേർവ്ഡ് 5 പാറ്റേൺസ്. എന്തൊക്കെയാണ് ഓർമ്മയുണ്ടല്ലോ? സബ്ജക്റ്റ് പ്ലസ് വെർബ്, ദ ബേർഡ് ഫ്ലൈസ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, ദ ബേർഡ് ഈറ്റ്സ് ഫ്രൂട്ട്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് adjective, the bird is beautiful. And subject plus verb plus adverb, the bird flies fast. നേരത്തെ തന്ന എക്സാമ്പിളല്ല, വേറെ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോഴിതാ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ്. ഇത് പഠിച്ചു വെക്കുക. ടീച്ചർ ഗേവ് ഹരി എ ഗിഫ്റ്റ്. അത് ഒന്ന് മാറ്റി പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ സാധിക്കും? ടീച്ചർ ഗേവ് എ ഗിഫ്റ്റ് ടു ഹരി. ഇനി ഒരു എക്സാമ്പിൾ മാഷ എഴുതി വെച്ചു. എന്താണ്? മദർ പ്രിപ്പയേഴ്സ് ചിൽഡ്രൻ. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ആൾ പറയും, അങ്ങനെ എഴുതാമോ? അങ്ങനെ എഴുതാം. അടുത്ത് എന്താ വരുന്നത്? ടേസ്റ്റി ഫുഡ്. ഈ പ്രിപ്പയേഴ്സ് എന്ന മെയിൻ വെർബിൻ്റെ ഒബ്ജക്റ്റ് ടേസ്റ്റി ഫുഡാണ്. അത് ഫോർ എന്ന് കൂട്ടിയിട്ട് എഴുതിയതാണ് ഇത്. കണ്ടോ? മദർ പ്രിപ്പയേഴ്സ് ടേസ്റ്റി ഫുഡ് ഫോർ ചിൽഡ്രൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ വളരെ പ്രധാനപ്പെട്ടതാണ്, തെറ്റിപ്പോവും. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ്
ആഡ്വർബിയൽ. ആ പാറ്റേണിൻ്റെ പേരാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ആഡ്വർബിയൽ എന്നുള്ള ആ പ്രയോഗം. നമുക്ക് നോക്കാം. കണ്ടോളൂ, എസ് പ്ലസ് വി പ്ലസ് ADVL, adverbial. What is the basic difference between adverb and adverbial? ആ വ്യത്യാസം കാണാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഒരു വാചകം എഴുതാം. നോക്കൂ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ആഡ്വർബ് മാത്രമായിട്ട് കണ്ടോളൂ. അമൽ പ്ലേഡ് വെൽ. ഈ അമൽ എന്ന സബ്ജക്റ്റ്, പ്ലേഡ് എന്ന വേർബ്, ഈ വെൽ എന്ന ആഡ്വർബ്. കണ്ടോ, ഇത് ഈ ക്രിയയുടെ വിശേഷണമാണ്. ഇതാണ് സബ്ജക്റ്റ് വെർബ് ആഡ്വർബ്. എന്നിട്ട് ഇപ്പോഴും മാഷ് ഇവിടെ എഴുതി വെച്ചത് വേറെയാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ആഡ്വർബിയൽ വേറെയാണ്. കണ്ടോളൂ, അമൽ went to the ground. കണ്ടോ, അമൽ സബ്ജക്റ്റ്, വെൻ്റ് വേർബ്. ഈ വേർബിനോട് നമുക്ക് ചോദിക്കാം, അമൽ പോയി, എങ്ങോട്ട് പോയി? അപ്പോൾ പ്ലേസ്. വേർബ് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ കണ്ടോ, ഉത്തരം കിട്ടി. ടു ദി ഗ്രൗണ്ട്, അടയാളം ഈ ടു എന്ന പ്രിപ്പസിഷൻ. ഈ ടു എന്ന പ്രിപ്പസിഷൻ വന്നതോട് കൂടിയിട്ട് ഈ ദ ഗ്രൗണ്ട് എന്നത് ആഡ്വർബിയലായിട്ട് മാറി. ഈ ക്രിയയെ സമ്പൂർണ്ണമാക്കുന്ന ആശയം തരുന്ന ഒരു വിശേഷണ രൂപമായിട്ട് മാറി. അപ്പം എന്താണ് ചോദിക്കേണ്ടത്? അമൽ പോയി. എങ്ങോട്ട് പോയി? ഗ്രൗണ്ടിലേക്ക് പോയി. അമൽ ലെഫ്റ്റ്. ഇനി അത് തന്നെ മാറ്റി പറഞ്ഞു. അറ്റ് 4 o'clock. വെൻ. കണ്ടോ, എപ്പോഴാണ് പോയത്? അതും ലെഫ്റ്റിനോടാണ് ചോദിക്കേണ്ടത്. അമൽ പോയി, അമൽ സ്ഥലം വിട്ടു, ഗ്രൗണ്ടിലേക്ക് പോയി. എപ്പോഴ്? അപ്പം വെൻ, അത് ടൈം, ഇത് പ്ലേസ്. അപ്പം പ്ലേസിനെ കാണിക്കുന്ന ആ പ്രിപ്പസിഷനോട് കൂടി വന്ന പൂരകം വന്നാലും ശരി, ഇനി സമയത്തിനെ കാണിക്കുന്ന ആ ഭാഗം പൂരക ഭാഗം വന്നാലും ശരി, കണ്ടോ, രണ്ടും പ്രിപ്പസിഷൻ. അറ്റ്, അറ്റ്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അമൽ വെന്റ്. അവൻ എങ്ങനെ പോയി? ബൈ ബസ്. കണ്ടോ, ഹൗ. അപ്പം ക്രിയയോട് ഈ 3 ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും ചിലപ്പോഴും. പോയി, എങ്ങോട്ട് പോയി? ടു ദ ഗ്രൗണ്ട്. അപ്പോൾ അമൽ സബ്ജക്റ്റാണ്, വെന്റ് വെർബാണ്, ടു ദ ഗ്രൗണ്ട് ആഡ്വർബല്ല, ആഡ്വർബിയൽ. എന്നാൽ അമൽ പ്ലേഡ് വെൽ, ഇതോ സബ്ജക്റ്റ് വെർബ് ആഡ്വർബ്. ഇതെന്താണ്? സബ്ജക്റ്റ് വെർബ് ടു ദ ഗ്രൗണ്ട് എന്നായപ്പോൾ ആഡ്വർബിയൽ. രണ്ടാമത്തത് അമൽ ലെഫ്റ്റ്. എപ്പോഴാണ് അവൻ പോയത്? അറ്റ് 4 o'clock. സോ ഇറ്റ് ഷോസ് ടൈം. ദ ഫസ്റ്റ് വൺ ഷോസ് പ്ലേസ്, ദ സെക്കൻഡ് വൺ ഷോസ് ടൈം. അപ്പോൾ അറ്റ് 4 അവിടെ പ്രിപ്പസിഷൻ മാറി. ഇനി മൂന്നാമത്തത് അമൽ വെന്റ്. അവൻ എങ്ങനെയാണ് പോയത്? ഹൗ, എങ്ങനെ പോയി? ബൈ ബസ്. കണ്ടോ, അപ്പം മോഡ് ഓഫ് ജേണി, ഹൗ, എങ്ങനെയാണ് പോയത്. അപ്പോഴേ ഇത് ഈ പ്ലേസിനെ മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിട്ട്. കണ്ടോ, വേർ, വെൻ, ഹൗ. ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചു. വേർ ഹി, എവിടെ അവൻ പോയത്? ദറ്റ് ഈസ് ടു ദ ഗ്രൗണ്ട്. എപ്പോഴാണ് അവൻ പോയത്? ദറ്റ് ഈസ് അറ്റ് 4 o'clock. ഹൗ ഡിഡ് ഹി ഗോ, എങ്ങനെയാണ് അവൻ പോയത്? ബൈ ബസ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ആഡ്വർബിയൽ. മനസ്സിലാക്കിയെടുക്കാൻ ദ ഡിഫറൻസ് ഓഫ് ആഡ്വർബ് ആൻഡ് ആഡ്വർബിയൽ. ആഡ്വർബ് കേവലം ഒരു വാക്കായിരിക്കും. വെൽ എന്നോ ബ്യൂട്ടിഫുള്ളി എന്നോ അല്ലെങ്കിൽ അതേമാതിരി പറയുന്ന റെഗുലർലി എന്നോ ക്ലിയർലി എന്നോ ഡേഞ്ചറസ്ലി എന്നോ വെൽ എന്നൊക്കെ പറയുന്നതായിരിക്കും. സോ ദ ലാസ്റ്റ് പാറ്റേൺ വൺസ് അഗൈൻ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ആഡ്വർബിയൽ. ദാറ്റ് ഈസ് അമൽ played well. സബ്ജക്റ്റ് വെർബ് ആഡ്വർബ്.
അത് ഒന്നാമത്തത്. ഇനി ഈ വ്യത്യാസം മാറ്റി പറയാണ്, സബ്ജക്റ്റ് പ്ലസ് വെബ് പ്ലസ് ആഡ്വർബിയിലേക്ക് വരികയാണ്. ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് പ്ലസ് വെബ് പ്ലസ് ആഡ്വർബ് മാത്രം. ഇത് ഇവിടെ മാഷ് എഴുതിയത് ഈ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആഡ്വർബിനെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഇത് മായ്ക്കുന്നു. കണ്ടോ? ഇനിയുള്ളത് ഇത് മാത്രം, സബ്ജക്റ്റ് പ്ലസ് വെബ് പ്ലസ് ആഡ്വർബിയൽ. സബ്ജക്റ്റ് അമൽ വെന്റ് വെബ് ആഡ്വർബിയൽ to the ground. Subject plus verb plus at 4 o'clock. Amal left at 4 o'clock. Subject plus verb plus by bus. അപ്പോൾ 3 രീതികൾ കാണിച്ചു. ക്രിയയോട് when, where എന്ന് ചോദിച്ചാൽ, when എന്ന് ചോദിച്ചാൽ, how എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഒരു നാമപദമായിരിക്കും. കണ്ടോ? ടു ദ ഗ്രൗണ്ട്, 4 o'clock, by bus. കണ്ടോ? ഇതൊക്കെ നാമപദങ്ങളാണ്. ഈ നാമപദങ്ങളുടെ മുന്നിൽ ഒരു പ്രിപ്പോസിഷൻ ഇങ്ങനെ നിൽക്കുന്നതാണ് ആഡ്വർബിയൽ. സോ നൗ യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആഡ്വർബ് ആൻഡ് ആഡ്വർബിയൽ. താങ്ക് യു.